യെസ്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആഷ് വാട്ടർ ഉണ്ട്, ബേക്കിംഗ് സോഡ ഉണ്ട്, വിനേഗർ ഉണ്ട്, ടാമറിൻഡ് വാട്ടർ ഉണ്ട്, സോപ്പ് വാട്ടർ ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്, കേടുണ്ട്, ലൈം വാട്ടർ ഉണ്ട്. നമ്മൾ ഇത് 13 വാട്ടറിലേക്ക് ആഡ് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ലെമൺ ജ്യൂസാണ്. യെസ്, നമ്മളെ ഒരു പിങ്ക് കളറുള്ളതിനെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ലൈം വാട്ടർ. യെസ്, അടുത്തതായി നമ്മളൊരു ബേക്കിംഗ് സോഡ എടുക്കുകയാണ്. ബേക്കിംഗ് സോഡ കുറച്ച് ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പക്കാരം അതിനകത്തേക്ക് 13 വാട്ടർ ഒഴിക്കുകയാണ്. യെസ്, 13 വാട്ടർ ഒഴിക്കുകയാണ്. അതേ സെയിം കളർ തന്നെ, മാറ്റമൊന്നുമില്ല. ചെറിയ പിങ്ക് കളർ തന്നെ, ഓറഞ്ച് ആയിട്ടില്ല. നമുക്ക് നോക്കാം. യെസ്, നമ്മൾ ഈ ഗ്ലാസ് ടംബ്ലറിലേക്ക് കുറച്ച് വിനേഗർ ഒഴിക്കുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് 13 വാട്ടർ ഒഴിക്കുകയാണ്. യെസ്, 13 വാട്ടറിൻ്റെ കളറിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്, അടുത്ത ടംബ്ലറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ടാമറിൻഡ് വാട്ടർ കുറച്ച് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് 13 കാസമിനി വെള്ളം വീട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. യെസ്, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. യെസ്, നമ്മൾ ഇതിലേക്ക് കുറച്ച് കേട് ഒഴിക്കുകയാണ്. ദെൻ വി ഹാവ് ടു ആഡ് 13 വാട്ടർ. യെസ്, 13 വാട്ടറിൻ്റെ കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോപ്പ് വാട്ടർ ഒഴിക്കുകയാണ്. ജസ്റ്റ് സർഫ് കലക്കിയ വെള്ളമാണ്. സോപ്പ് വാട്ടറിലേക്ക് നമ്മൾ 13 വാട്ടർ ആഡ് ചെയ്യാണ്. യെസ്, നല്ല പിങ്ക് കളർ അല്ലേ. ഓക്കെ. യെസ്, അടുത്തതായി നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ആഷ് വാട്ടർ എടുക്കുകയാണ്. കുറച്ച് ആഷ് വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് 13 വാട്ടർ ആഡ് ചെയ്യുകയാണ്. പിങ്ക് കളറുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. ആഷ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ, ആഷ് വാട്ടറിൽ 13 വാട്ടർ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ പിങ്ക് കളർ തന്നെ. പിന്നെയോ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തപ്പോഴും പിങ്ക് കളർ തന്നെ. വിനേഗർ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്, യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. ടാമറിൻഡ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാണ്, ഓറഞ്ച് കളറായിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് കളറായിട്ടുണ്ട്. കേട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് കളറായിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ സോപ്പ് വാട്ടർ ആഡ് ചെയ്ത ടംബ്ലർ ഉണ്ട്, അതിലും പിങ്ക് കളറാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ സോപ്പ് വാട്ടർ പിങ്കാണ്, ബേക്കിംഗ് സോഡ പിങ്കാണ്, ആഷ് വാട്ടർ പിങ്കാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയും ഒരു ടൈപ്പാണ്. പിന്നെ വിനേഗറിലും ടാമറിഡിലും ലെമൺ ജ്യൂസിലും കേടിലും എന്താണ്, ഓറഞ്ച് കളറായിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് ഒരു ടൈപ്പ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പിങ്ക് കളർ ചേഞ്ച് ഇല്ലാത്ത പിങ്ക് കളറുള്ള ആൾക്കാർ തന്നെ, പിന്നെയോ ഓറഞ്ച് കളറാക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഓറഞ്ച് കളറാക്കിയതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആസിഡ് എന്ന് വിളിക്കാം. കേടിലാരുണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലെമൺ ജ്യൂസിൽ എന്തുണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. ടാമറിഡിൽ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. വിനേഗറിൽ ആസിറ്റിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ഇനി കളറ് ചേഞ്ച് ചെയ്യാത്ത പിങ്ക് കളറിൽ തന്നെയുള്ള ആൾക്കാരുണ്ട് അല്ലേ. ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് ആണ്, അപ്പക്കാരാണ്. ആഷ്, പൊട്ടാഷ് അല്ലെ, നമ്മളെ വെണ്ണീറിൻ്റെ പൗഡർ കലക്കിയ സൊല്യൂഷനാണ്. സോപ്പ് വാട്ടർ, സോപ്പ് പൊടിയിട്ടിട്ട് കലക്കിയ വാട്ടറാണ്. അപ്പോൾ ഇതൊക്കെ സോപ്പ് വാട്ടറും ബേക്കിംഗ് സോഡയും ആഷ് വാട്ടറും എന്താണ്, ബേസാണ്. അപ്പോൾ 13 വാട്ടർ എന്താണ്, 13 വാട്ടർ ഇൻഡിക്കേറ്ററാണ്, നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. നമുക്ക് ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് വീടുകളിൽ നിന്ന് ചെയ്യാം. ഓക്കെ.